26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാനത്തെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വിജയകരമായി 1 മാസം പിന്നിടുന്നു. ചൂടുപിടിച്ച് സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി ചർച്ചയാവുകയാണ്. ഇതിന് ചിലവാകുന്ന പണം സർക്കാർ നൽകണമെന്നാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. സംസ്ഥാനത്ത് UDF സർക്കാരിന്റെ വക ലഭിച്ച സമ്മാനമായ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വൻ വിജയകരമായി 1 മാസം പിന്നിടുകയാണ്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര ഉറപ്പാക്കുന്ന പദ്ധതി ഇതിനോടകം വൻ വിജയമാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങളും ഈ പദ്ധതിയെ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനുദാഹരണമാണ് KSRTCയിലെ പ്രതിദിന വനിതാ യാത്രക്കാരുടെ എണ്ണം 7,25,000-ൽ നിന്നും 11,84,000-ആയി ഉയർന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പ്രതിദിനം പ്രിയദർശിനി സൗജന്യ യാത്ര ഉപയോഗിക്കുന്നത്. പദ്ധതിയിലൂടെ സാധാരണക്കാരായ സ്ത്രീ യാത്രക്കാർക്ക് പ്രതിമാസം വലിയൊരു തുക തന്നെയാണ് ലാഭിക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രിയദർശിനി പദ്ധതിയുടെ വരവോടെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല കനത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. 1 മാസത്തിനിടെ തങ്ങൾക്ക് 65 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായതായി സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. വരുമാന നഷ്ടത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 500-ലധികം ബസ്സുകളാണ് ഇപ്പോൾ സർവീസ് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത്. ഡീസൽ അടിക്കാനുള്ള പണവും തൊഴിലാളികളുടെ കൂലിയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. എന്നാൽ നിലവിലുള്ള സർവീസുകളും വലിയ പ്രതിസന്ധിയിലാണെന്നും ബസ് ഉടമകൾ പറയുന്നു. ഇപ്പോൾ സ്ത്രീകൾക്ക് KSRTCയുടെ പ്രിയദർശിനി സൗജന്യ പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കണമെന്നും ഇതിന് ചിലവാകുന്ന പണം സർക്കാർ നൽകണമെന്നാണ് ഉടമകളുടെ പ്രധാന ആവശ്യം. ഇതിനു പുറമെ ഡീസൽ സബ്സിഡി, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഉയർത്താൻ തുടങ്ങിയ ആവശ്യങ്ങളും സംഘടനാ ഭാരവാഹികൾ മന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സൂചനാ പണിമുടക്കുമായി മുന്നോട്ടു പോകാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.